ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആരുടെയും കണ്ടൻറ്റുമായിട്ടല്ല, നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ പ്രവീൺ മോൻ്റെ കണ്ടൻറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയ എൻ്റെ വിശേഷങ്ങളൊന്നും ഇവർ പറയാത്തേന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. പേഴ്സണലായിട്ട് വിളിച്ചും ചോദിച്ചു, അല്ലാതെ മെസ്സേജൊക്കെ ഇട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ നമ്മളെ വിളിച്ചത് എന്തിനാണെന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഡോക്ടർ വിളിച്ചത്. അപ്പോൾ ബുധനാഴ്ച നമ്മൾ ചെന്ന് കാലിന് ചെറിയൊരു സ്കാനിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയപ്പോൾ തന്നെ. അപ്പോൾ അത് എൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ നമുക്ക് കാല് ഉള്ളിലോട്ട് ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് അറിഞ്ഞത്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം തന്നെയാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. ഉള്ളിലോട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിൻ്റെ ഉള്ളിലോട്ടൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവുകയോ സർജറി ചെയ്തതിൽ എന്തെങ്കിലും ഇൻഫെക്ഷനായി ഉള്ളിലോട്ട് ഈ ഒരു മുറിവ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാല് വച്ചിട്ടും കാര്യമില്ല, നമ്മളിപ്പോൾ വച്ചിരിക്കുന്ന കാല് വച്ചിട്ടും കാര്യമില്ല, ഫുള്ളായിട്ട് എടുത്ത് മാറ്റേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അത്രയും കാലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റെപ്പ് കാല് വെച്ച് അവന് തുടർന്ന് നടക്കാൻ പറ്റുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് കാലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് കാല് കിട്ടുമായിരിക്കാം, പക്ഷേ നമുക്ക് നടക്കാനോ എടുക്കാനോ ഒക്കെ പാടായിരിക്കും, ഒരിടത്ത് പോയി ഇരിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ട് വരെ ഓൾറെഡി കാലിൻ്റെ ആ ഒരു ഇതുണ്ട്. മുട്ടിന് താഴോട്ടുള്ള ഭാഗം നോക്കിയാൽ മതി. ആ ഒരു ഭാഗം നമ്മൾ മുട്ടിൻ്റെ മുകളിലോട്ടിരിക്കുന്ന ആ ഒരു കാലിൽ തന്നെ നമുക്ക് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കെട്ടിപ്പറക്കി എടുത്തൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് കാരണം നമുക്ക് മുന്നോട്ട് നടക്കാനും പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സർജറി അന്നേ ഞങ്ങൾ ഈ ഒരു സർജറി മതിയെന്ന് ഡോക്ടറോട് പറഞ്ഞതും. അപ്പോൾ റൊട്ടേഷൻ പ്ലാസ്റ്റിക് സർജറി തന്നെ വേണമെന്ന് ഞാനിങ്ങനെ പിടിക്കാനും കാര്യം ഫുള്ളായിട്ട് എടുത്ത് മാറ്റണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഡോക്ടർ അന്ന് ഇങ്ങനെ ഒരു സർജറി ചെയ്ത് തന്നത്. കാരണം സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആർക്കും ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ അന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു സർജറി ചെയ്തിട്ടുണ്ട്, 8 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ചെയ്തിട്ടില്ല എന്നാണ് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവൻ ഓൾറെഡി അന്ന് 14 വയസ്സ് തികഞ്ഞ് 15 വയസ്സ് തുടങ്ങിയതാണ്. അപ്പോൾ 15 വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സർജറി പ്രവീണിന് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എത്രമാത്രം സക്സസ് ആവും എന്നൊന്നും ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ധൈര്യമൊക്കെ തന്നിട്ടാണ് അന്ന് തന്നെ ഡോക്ടർ ഈ ഒരു സർജറി ചെയ്തത്. 2025 ജനുവരി 9 തീയതിയാണ് ഈ ഒരു സർജറി ചെയ്തത്. പ്രവീണിൻ്റെ കാല് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ, ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ലെവലിലുള്ള സർജറി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സങ്കടത്തിലായിരുന്നു, പുറത്ത് ആരോടൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഞാനങ്ങനെ പെട്ടെന്നൊന്നും പറയില്ല കേട്ടോ. എനിക്ക് അനുകൂലമായിട്ട് കിട്ടിയാൽ മാത്രമേ പിന്നെ ഞാനത് പറയുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ അത് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചത്. സങ്കടമായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് കരഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും, പിന്നെ അത് ശരിയായി വരുന്ന സമയത്ത് അത് നിങ്ങളെ അറിയിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. ഞാൻ ഓടി വന്ന് അങ്ങനെ എല്ലാം വെട്ടി തുറന്ന് പറയില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ച് പറയാറുണ്ട്, അല്ലാതെ ഞാൻ പബ്ലിക്കിൽ വന്നിരുന്ന അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ അങ്ങനെ വെട്ടിത്തുറന്ന് ഞാൻ പെട്ടെന്ന് പറയാറില്ല. അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിനെല്ലാത്തിനും കാരണം. പക്ഷേ ഒരു കാര്യം നോക്കിയാൽ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത് നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി. എൻ്റെ മാത്രം വിജയമല്ല, എൻ്റെ പ്രവീൺ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വിജയമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കാണുന്നത്. കാരണം ഈ ഒരു സർജറി ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞ സർജറി നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ആ ഒരു ഇടുക്കിലേക്ക് കയറിയിട്ടില്ല, പുറത്ത് മാത്രം ാണ് ഈ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കുന്നത്. 1-2 തൊലിയുടെ അകത്ത് വരെ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ അകത്തോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മാംസത്തിൻ്റെ ആ ഒട്ടിപ്പൊക്കെ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്
ഒരു ചെറിയൊരു സർജറി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. ഒരു 2-3 ദിവസം ആവത്തുള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നാളെ രാവിലെ സർജറിയും പിന്നെ ഒരു ദിവസം ICUയിൽ വെച്ചേക്കും അവർ. പിറ്റേ ദിവസം നമുക്ക് വാർഡിലോട്ടാക്കി ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം തന്നെ നമുക്ക് അഡ്മിറ്റ് ആകേണ്ടി വരുള്ളൂ. അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിൽ വന്ന് പിന്നെ കെയർ ചെയ്യാം. പിന്നെ സ്റ്റിച്ച് എടുക്കാനായിട്ടും ഡോക്ടറെ കാണാനായിട്ടും ഒക്കെ പിന്നെയുള്ള ദിവസങ്ങൾ അങ്ങനെ പോയാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം കഴിഞ്ഞ ഡിസംബറിലുള്ള സർജറിയും ഇതേപോലെയായിരുന്നു. ഉള്ളിലോട്ട് കയറാൻ വിട്ടില്ല എന്നും ഇതേപോലെ സെറ്റ് ചെയ്ത് തന്നതാണ്. അത് പുറകുവശത്തായിരുന്നു, കാലിൻ്റെ അടിവശത്ത്. ഇത് കാലിൻ്റെ ഫ്രണ്ട് വശത്തെ ആ കാലിൻ്റെ ഇടഭാഗത്തായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചെയ്താൽ ഓക്കെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. കാരണം ഈ ഒരു കാര്യം കൂടെ ചെയ്താൽ പിന്നെ ഉള്ളിലോട്ട് ആ ഒരു ഈർപ്പം ചെല്ലുകയില്ല. ഇത് വീണ്ടും ഇൻഫെക്ഷൻ ഇങ്ങനെ ആവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അടിവശത്ത് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടില്ല. ഈ ഡിസംബറിന് ചെയ്ത സർജറിക്ക് ശേഷം ആ ഒരു അടിവശത്ത് ഇൻഫെക്ഷൻ ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിലൊരു വിശ്വാസം, ആ ഒരു സർജറിയിൽ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെയും അങ്ങനെ വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നല്ല ഹാപ്പിയാണ്. സർജറി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു കാലിൻ്റെ കാര്യമാണ്. അപ്പോൾ കാല് എത്രയും പെട്ടെന്ന് അവനൊരു സ്റ്റെപ്പ് കാല് കിട്ടണം. ഇനി അതിനും വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു സർജറിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സർജറിയും നടക്കണം. തുടർന്ന് അവനൊരു സ്റ്റെപ്പ് കാലും കിട്ടണം. കാരണം സ്റ്റെപ്പ് കാല് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അവൻ ആ ഒരു കാല് വെച്ച് 2-3 സ്റ്റെപ്പൊക്കെ അവൻ നടക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അത് കാണാനൊരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. പലരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാല് വച്ചിട്ട്, അതായത് കാലിൻ്റെ പാത നമ്മൾ പുറകിലോട്ടായിട്ട് തിരിച്ചാണല്ലോ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് ഇവൻ എങ്ങനെ സ്റ്റെപ്പ് കാല് വയ്ക്കാൻ പറ്റും എന്നുള്ള പലരുടെയും ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾ അധികം വൈകാതെ അവനിൽ ഒരു മാറ്റം നിങ്ങൾ കാണാൻ വേണ്ടി അവൻ അങ്ങനെ ഒരു കാല് വയ്ക്കണം. കാല് വെച്ച് അവൻ നടക്കണം. അത് ലോകമെമ്പാടും പേര് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ ഒരു സർജറി പ്രബിന് മാത്രമല്ല കേട്ടോ. പ്രബിന് ഈ ഒരു ഏജിൽ പ്രബിന് മാത്രമാണ് ഡോക്ടർ ചെയ്തിട്ടുള്ളത്. പക്ഷേ RCCക്കകത്ത് വേറെയും 1-2 കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ കുട്ടികളാണ് കേട്ടോ. 7, 8, 6 വയസ്സൊക്കെയുള്ള കുട്ടികളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്കൊക്കെ കാല് വെച്ച് അവർ നടക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിൽ ഒരു കുട്ടിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാല് വെച്ച് നടക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ പ്രബിനും എത്രയും പെട്ടെന്ന് ഒരു കാല് വയ്ക്കാനുള്ള സാമ്പത്തികവും അവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഫാസ്റ്റായിട്ട് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ്റെ ഹാപ്പിയാണ് നമുക്ക് ഏറ്റവും വലുത്. ചെറുതായിട്ട് അവൻ റീൽസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവനെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ ഒരു ചെറിയ റീൽസൊക്കെ ഇട്ട് അവൻ ഹാപ്പിയായിട്ട് സന്തോഷമായിരിക്കുക. തുടർന്ന് പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും അവനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അതാണ് ഏറ്റവും വലുത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്.